ഒരു പേപ്പർ ക്രാഫ്റ്റ് ആയാലോ? അപ്പോൾ വേഗം എടുത്തിട്ട് പോരെ കേട്ടോ. റെഡ് കളർ പേപ്പറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ട്. റെഡ് കളർ പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ റെഡ് കളർ പെയിൻറ്റ് അടിച്ചെടുത്താലും മതി. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഹാർട്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട്, വലുതും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പേപ്പർ ഇങ്ങനെ മടക്കി ഇതുപോലൊരു സ്റ്റിക്ക് പോലെ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിത് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ജൂട്ട് ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ആ ത്രെഡ് ഇപ്പം നമ്മൾ ആദ്യം ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നതിൽ നല്ലത് ഇതുപോലെ ത്രെഡും കൂടി വച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യമേ സ്റ്റാപ്ലർ അടിച്ചിട്ട് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിലും നല്ലത് ഇതാന്ന് തോന്നിയോണ്ട് അഴിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ സ്റ്റാപ്ലർ ചെയ്തതാണ് കേട്ടോ. ഇനി ഈ ഓരോ ഹാർട്ട് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒന്ന് വലുത് പിന്നെ ഒന്ന് ചെറുത്, ഒന്ന് വലുത് ചെറുതായ രീതിയിൽ കെട്ടിയിടുക. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ജൂട്ട് ത്രെഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് വാൾ ഡെക്കറായിട്ടും അതുപോലെ തന്നെ ബർത്ത്ഡേക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഡെക്കറേഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്